ജോസഫാണ് ബാംഗ്ലൂരിൽ നിന്ന്. ശ്രീ ജോസഫ്, ഈ ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ നാട്ടിൽ മതം നോക്കിയല്ല ആളുകൾ ആഘോഷിക്കുന്നത്, അതിൽ പങ്കാളികളാവുന്നത്. പക്ഷേ ചിലർക്കിപ്പോൾ ഇത് കാണുമ്പോൾ അസഹിഷ്ണുതയുണ്ടാവുന്നു. എന്തായിരിക്കും കാരണം? ഇത് പ്രാഥമികമായിട്ട് പറയേണ്ടത് ഹിന്ദുത്വ കാർഡ് കളിച്ച് രാജ്യം ഭരണം നേടിയ ഒരു അഡ്മിനിസ്ട്രേഷനാണ് നമുക്കിവിടെ ഉള്ളത്. ഇപ്പൊ ഈ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന ഈ സംഭവങ്ങളെ നമ്മൾ നേരിട്ട് കാണേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം പ്രധാനമന്ത്രിയും ഹോം മിനിസ്റ്റർ അമിത്ഷായും ഒരു സ്റ്റേറ്റ്മെന്റ് ഇതുവരെ ഇതേപ്പറ്റി ഇതിന്റെ പറഞ്ഞിട്ടില്ല. അവർ ഓപ്പണായിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അവിടെ ആ സ്പോട്ടിൽ നിൽക്കും. ഈ ഒരു ഹിന്ദു സംഘടനകളും അവരുടെ വാക്കിനെ വില കൊടുക്കാതെ ഇനിയും ഇങ്ങനെയുള്ള സംഗതികൾ ചെയ്യുന്ന ഒരു വശം. ഇനി എനിക്ക് അതിനോട് കൂട്ടി പറയാനുള്ള ഒരു കാര്യങ്ങളുണ്ട്. ഞാൻ ഈ നിങ്ങളുടെ ന്യൂസ് ചാനലിൽ കണ്ടതാണ്. ഈ എറണാകുളത്തെ മേയറെ തെരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ ലത്തീൻ സഭ ഇടപെട്ടു ഞങ്ങളുടെ ആളിനെ വെക്കണമെന്ന് പറയുന്നു. അപ്പം സഭയ്ക്കുള്ളിൽ പോലും ഈ പറയുന്ന മതം അവർക്ക് മതത്തിന്റെ ഓരോ വശങ്ങള് അവർക്ക് ആൾക്കാരെ വെക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അതായത് ഇപ്പൊ ഒരു ഹിന്ദു മേയറായതുകൊണ്ടുള്ള കുഴപ്പമെന്താ? അല്ലെങ്കിൽ ഒരു മുസ്ലിം മേയറായതുകൊണ്ട് എറണാകുളത്താണ് എന്താ കുഴപ്പം വേണ്ടാൻ പോകുന്നത്? ലത്തീൻകാർക്ക് ന്യായം കിട്ടത്തില്ലേ? അപ്പൊ ഇങ്ങനെയുള്ള ഈ മതാധ്യക്ഷന്മാരുടെ രാഷ്ട്രീയ ഇടപെടലും ഇങ്ങനെയുള്ള കാര്യങ്ങളെ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ ബാലകൃഷ്ണനാണ്. ശ്രീ ബാലകൃഷ്ണൻ വടകരയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ബാലകൃഷ്ണൻ, ഈ രാജ്യത്ത് എല്ലാ മതക്കാരും ഒരുമിച്ച് ജീവിക്കുന്ന ഒരു നാടാണ്. അവിടെ ചില സ്ഥലങ്ങളിൽ ആളുകൾ അവിടെ ക്രൈസ്തവ ആഘോഷങ്ങൾ പാടില്ല, അല്ലെങ്കിൽ കരോളുകൾ പാടില്ല എന്നൊക്കെയുള്ള നിലപാട് സ്വീകരിക്കുകയും അതിനെതിരെ പരസ്യമായി തന്നെ രംഗത്ത് വരികയും ഒക്കെ ചെയ്യുന്ന അവസ്ഥ. ഇത്തരക്കാരിൽ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്? സാർ നമസ്കാരം. നമസ്കാരം. അജണ്ട വെരി ഗുഡ്. പക്ഷെ സാറിനോട് എനിക്ക് പറയാനുള്ളത്, കേരളത്തിലാണ് ഈ സംഭവം നടന്നത്. അങ്ങനെയാണെങ്കിൽ കേരളം ഭരിക്കുന്ന കേരളത്തിൽ മാത്രമല്ല, കേരളത്തിൽ നടന്നപ്പോൾ തന്നെ അതിന് അക്കാര്യത്തിൽ ഇടപെടലുകൾ ഉണ്ടായി. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ നടന്നിട്ട് അതിന് ഇടപെടലുകൾ ഇതുവരെ ഉണ്ടായിട്ടില്ല. സാർ അതൊക്കെ അവിടെയൊക്കെ സംഘപരിവാർ ഭരിക്കുന്നതാണ്, അവിടെയൊക്കെ ഏകാധിപത്യമാണ്. ഇവിടെ മതേതര റിപ്പബ്ലിക്കാണ്. ഇവിടെയല്ല, ഇന്ത്യ മതേതര റിപ്പബ്ലിക്കാണ്. അല്ല, ഇന്ത്യക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു മതത്തോട് പ്രത്യേകിച്ച് ഒരു കൂറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതത്തോട് വിദ്വേഷമൊന്നുമില്ല. ഇന്ത്യ എല്ലാ മതക്കാരുടെയുമാണ്. ഒരു മതത്തിനും ഇന്ത്യയിൽ സവിശേഷമായ ഒരു അധികാരവുമില്ല. സാറിനോട് ഞാൻ പറഞ്ഞു അധികാരം ഉണ്ടെന്ന്. താങ്കൾ കേരളം മതേതര റിപ്പബ്ലിക് ആണെന്ന് പറഞ്ഞുകൊണ്ടാണ്. കേരളമല്ല, ഇന്ത്യയാണ് മതേതര റിപ്പബ്ലിക്. അതല്ലല്ല, കേരള സ്വതന്ത്ര റിപ്പബ്ലിക്കാണ്. കേരളത്തിൽ ഇതൊന്നും നടക്കത്തില്ല. കേരളത്തിൽ സ്വതന്ത്ര ജനാധിപത്യം കേരളത്തിലേ നടക്കൂ. അവിടെ ആരാണ് ഈ ഭരണഘടന സംരക്ഷിക്കാൻ ഭരണം നടത്തുന്ന ആരാണ്? ഈ ഇടതും പലതും അല്ലേ? ഇവിടെ അതുകൊണ്ടല്ലേ കേരളത്തിലെ ഒരു സ്കൂളിൽ ഇവിടെ ആഘോഷം പാടില്ല എന്ന് പറയുമ്പോൾ പിറ്റേന്ന് വിദ്യാഭ്യാസ മന്ത്രി ഇടപെട്ട് അവിടെ ആഘോഷം നടത്തിക്കുന്നത്. അതുകൊണ്ടാണല്ലോ മറ്റ് സ്ഥലങ്ങളിലെ സ്കൂളുകളിൽ വഴിയിലിരുന്ന് വിൽക്കുന്ന ആളുകളെ പോലും വിരട്ടി ഓടിക്കുമ്പോൾ അവിടെ ആരും ഇടപെടാതിരിക്കുന്നതും കേരളത്തിൽ ഇടപെടുന്നതും ഇവിടെ അങ്ങനെ ഒരു സർക്കാർ ഉള്ളത് കൊണ്ടാണ്. ആണ് അത്. അപ്പൊ കത്തിക്കാനാണ് അജണ്ട വെരി ഗുഡ് എന്ന്. നിങ്ങൾക്ക് കത്തിക്കലാണ് നിങ്ങളുടെ ഉദ്ദേശം. ഞങ്ങളുടെ ഉദ്ദേശം ഒന്നും കത്തിക്കലല്ല. ഞങ്ങളുടെ ഉദ്ദേശം ഇന്ത്യ എന്ന ഈ മഹത്തായ രാജ്യത്തിന്റെ ഭരണഘടന, ഈ രാജ്യത്തിന്റെ ഘടന സംരക്ഷിക്കലാണ് ഞങ്ങളുടെ ഉത്തരവാദിത്തം. അതിനെ ഇല്ലാതെയാക്കാൻ ശ്രമിക്കുന്നവരാണ് ഇത്തരം വർഗീയ അജണ്ടകളുമായി രംഗത്ത് വരുന്നത്. ഞങ്ങൾ ഇന്ത്യ എന്ന രാജ്യത്തെ സംരക്ഷിക്കാൻ നോക്കുമ്പോൾ വർഗീയവാദികൾ ഇന്ത്യ എന്ന രാജ്യത്തെ വിഘടിപ്പിക്കാൻ നോക്കുന്നു. അത്രയേ ഉള്ളൂ വ്യത്യാസം. സാർ പറയാൻ അനുവദിക്കും. ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്, സാറ് കിരൺ ബേദിയാക്കി മാറ്റരുത്. പ്രതികരിക്കാൻ അവസരം തരണം. പറഞ്ഞോ സാറ് പറഞ്ഞോ. ഇവിടെ എപ്പോഴും ആവശ്യം പോലെ അവസരം തരുന്ന ലഭിക്കുന്ന ആളാണ് സാർ. ഇപ്പൊ ചോദിക്കുന്നത് കേരളം സ്വതന്ത്ര റിപ്പബ്ലിക് തന്നെയാ. ഇവിടെ മാത്രമാണ് സ്വതന്ത്രവും ജനാധിപത്യവും, ബാക്കി എല്ലായിടത്തും കാടത്തുമാണ് നടക്കുന്നത്. ഞാൻ അംഗീകരിച്ചു തരാം ഒരു വാദം. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാണ്? പിന്നെ പറയാതെങ്ങനെ? ഞാൻ അങ്ങനെ പറഞ്ഞില്ല. സ്വതന്ത്ര റിപ്പബ്ലിക് ഇന്ത്യക്ക് മുഴുവനല്ല, കേരളം പ്രത്യേകമായ ഒരു സ്വതന്ത്ര റിപ്പബ്ലിക് ഒന്നുമല്ല. പക്ഷെ കേരളത്തിൽ മതേതരത്തിനെതിരായ നിലപാടുകൾ വന്നാൽ ആ നിലപാടുകൾക്കെതിരെ ശക്തമായ നടപടി കേരളത്തിലെ സർക്കാരുകൾ കാലാകാലങ്ങളിൽ എടുക്കാറുണ്ട്. പക്ഷെ മറ്റു പല സംസ്ഥാനങ്ങളിലും അങ്ങനെ എടുക്കാറില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒറീസയിൽ സംഭവം ഉണ്ടായി, നടപടി ഉണ്ടാവുന്നില്ല. മധ്യപ്രദേശിൽ ഇത്ര ആക്രമണങ്ങൾ ഉണ്ടായി, നടപടി ഉണ്ടാവുന്നില്ല. പക്ഷെ കേരളത്തിൽ അങ്ങനെ ഒരു വർഗീയ വിഷം ചീറ്റാൻ ശ്രമിച്ചപ്പോൾ തന്നെ അതിന്റെ പത്തിക്ക് തന്നെ അടിച്ചിരുത്താൻ കേരളീയർ കഴിയുന്നുണ്ട്. സർ, ഞാൻ പറയുന്ന ഒന്ന് കേൾക്കൂ. ഇന്ത്യയിലെ 27 സംസ്ഥാനങ്ങളിലല്ല ഇപ്പൊ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. കേരളത്തിലാണ് ഇത് കത്തിക്കേണ്ടത്. കേരളത്തെ പറ്റി പറയൂ സർ. കേരളത്തിന്റെ മാത്രം വിഷയമല്ല ശ്രീ ബാലകൃഷ്ണൻ ചർച്ച ചെയ്യുന്നത്, ഇന്ത്യയുടെ ആകെ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. ഞാൻ ചോദിക്കാൻ അനുവദിക്കണം സാർ. സാർ ഇങ്ങനെ റേഡിയോ തുറന്ന പോലെ പറയരുത്. താങ്കൾ ഇങ്ങനെ ഞാൻ പറയാത്ത കാര്യം ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ അംഗീകരിക്കും?
ഏതെങ്കിലും ഒരു സംഘപരിവാറിന്റെ ആള് ഈ പ്രശ്നമായിട്ട് കേരളത്തിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ശ്രീ ബാലകൃഷ്ണൻ പറയുന്നത് കേൾക്കൂ. കേരളത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് 2 സംഭവങ്ങളാണ് ഉണ്ടായത്. താങ്കൾ പറയുന്നത് കേൾക്കൂ. 2 സംഭവങ്ങളാണ് ഉണ്ടായത്. ഒരു സംഭവത്തിൽ വിദ്യാഭ്യാസ മന്ത്രി തന്നെ നേരിട്ട് ഇടപെട്ട് വിദ്യാഭ്യാസ മന്ത്രി പരസ്യമായ പ്രസ്താവന നടത്തി, അവിടെ ക്രിസ്മസ് ആഘോഷം നടത്തി. മറ്റൊരു സംഭവം ഉണ്ടായി, അതിലെ പ്രതിയാണ് പിടികൂടിയത്. പക്ഷേ RSSകാരനെ കേരളത്തിലെ സർക്കാർ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ ഈ പ്രശ്നത്തിന്റെ പേരിൽ എവിടെയെങ്കിലും? ഈ പ്രശ്നത്തിന്റെ പേരിൽ ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അയാളുടെ രാഷ്ട്രീയം, ഇനി അയാൾക്ക് RSSൽ അംഗത്വമുണ്ടോ എന്നറിയാൻ പ്രത്യേകിച്ച് മെമ്പർഷിപ്പ് കാർഡ് എന്നുള്ള സംഘടനയല്ലല്ലോ RSS. അല്ല, അതെനിക്കറിയില്ല. അത് സാറല്ലല്ലോ തീരുമാനിക്കുന്നത്. അത് ഞാനല്ലെന്ന് പറഞ്ഞാൽ RSSന് മെമ്പർഷിപ്പ് കാർഡ് ഉണ്ടോ? അങ്ങനെ RSS കാരനാണെന്ന് തെളിയിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? ഇല്ലല്ലോ. അറിയാമായിരുന്നുവെങ്കിൽ സാറ് മുമ്പ് പല പ്രേക്ഷകന്മാരും RSS സംഘപരിവാർ പ്രസ്ഥാനം വർഗീയവാദികൾ ദേശദ്രോഹികൾ സംസാരിക്കുമ്പോൾ സാറിന്റെ ചാനൽ ഉത്തരവാദിത്തം ഏറ്റെടുത്താൽ അതെന്തിനാണ് ഞാൻ എതിർക്കുന്നത്? ഒരു സംഘപരിവാർ ആശയം പുലർത്തുന്ന ആളുകൾ നാട്ടിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത്തരം കാര്യങ്ങൾക്കെതിരെ സംസാരിക്കുന്നതിനെ ഞാൻ എന്തിനു എതിർക്കണം? ഒരു വ്യക്തിയുടെ പേര് പറയുന്ന ആർജവുണ്ടെങ്കിൽ എന്തിന് വ്യക്തിയുടെ പേര്? ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്ത് അയാളുടെ പേര് എനിക്കറിയില്ല, പേര് വേണേ ഞാൻ നോക്കിയിട്ട് പറയാം. അയാളെ ഒരാളെ അറസ്റ്റ് ചെയ്തു, ഞാൻ അത് തന്നെയാണ് വളരെ കൃത്യമായി പറഞ്ഞത്. കള്ള അജണ്ടകൾ നടപ്പാക്കാൻ മാളത്തിൽ പോയി ഒടിക്കണം താങ്കളെ പോലുള്ളവർ. ഒരു വ്യക്തിയുടെ പേര് പറ. മുൻ പ്രേക്ഷകന്മാർ സംഘപരിവാർ ശ്രീ ബാലകൃഷ്ണൻ ആദ്യം മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ ഉണ്ടായ 2 സംഭവങ്ങളിലും നടപടി ഉണ്ടായി. താങ്കൾ എന്തിനു വെല്ലുവിളിക്കുന്നത്? അയാളുടെ പടം സഹിതം കാണിക്കുന്നുണ്ട്. അയാളുടെ പടം വേണമെങ്കിൽ ഇപ്പോൾ ഒന്നുകൂടി കാണിക്കാം. അയാളുടെ പേര് വേണമെങ്കിൽ ഞാൻ നോക്കിയിട്ട് പറയാം. ഞാൻ അയാളുടെ പേര് ഓർത്ത് വെച്ചോണ്ടിരിക്കുകയാണ്. അയാളുടെ പേര് മൊത്തം പറയണമെന്ന് പറഞ്ഞ് ഈ കുട്ടികളെയാണ് ആക്രമിച്ചത്. ഇപ്പോൾ താങ്കൾ സ്ക്രീൻ നോക്കൂ. കാരണം അയാളുടെ പടം ചിത്രം കൃത്യമായി കാണുന്നുണ്ട്. ഇതെന്ത് വിലപ്പോലെ ഇതിൽ കൂടുതൽ ഞാനെന്ത് ചെയ്യണം? ലക്ഷ്യമാണ് താങ്കളുടെയൊക്കെ ലക്ഷ്യം. അത് ഞങ്ങൾക്കറിയാം. അത് ഞങ്ങളെ സംബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണത്തിന്റെ വ്യാപാരിയായിരുന്നു. ഇതൊക്കെ കേട്ടിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് വന്നത്. അതുകൊണ്ട് ഈ അജണ്ട നടപ്പാക്കും. RSSകാരുടെ പേര് പറയണമെങ്കിൽ ശ്രീ ബാലകൃഷ്ണൻ, എന്റെ ഒരു ചോദ്യം ഇത് മാത്രമേ ഉള്ളൂ. ഈ രാജ്യത്ത് ക്രിസ്മസ് ആഘോഷം നടത്തുന്നതിനോട് ചിലർ അസഹിഷ്ണുത കാണിക്കുന്നു. അത് ശരിയാണോ തെറ്റാണോ? ഞാൻ ചോദിക്കുന്നത് ശരിയാണോ തെറ്റാണോ? എനിക്ക് ശരിയാണോ രണ്ടും വിധത്തിലെ കേരളത്തിൽ ഈ പറഞ്ഞ ഞാൻ ചോദിച്ചൊരു ഉത്തരം പറയാം. അത് ശരിയാണോ തെറ്റാണോ? ഞാനത് വിലയിരുത്താനല്ല പറയുന്നത്. ഞാൻ ചോദിക്കുന്നത് താങ്കൾ ഇപ്പൊ RSS സംഘപരിവാറിന് പിടുത്ത് ഞാൻ കേരളത്തിൽ ഇത് ചെയ്തത് RSS സംഘപരിവാറിനൊന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷേ ഈ RSSന്റെയും സംഘപരിവാറിന്റെയും ആശയങ്ങൾ പേറുന്ന ആളുകളാണ് പലപ്പോഴും ഉത്തരേന്ത്യയിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. കേരളത്തിൽ അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വരുമ്പോൾ തന്നെ മുളയിലെ നുള്ളാൻ കേരളത്തിന് കഴിയുന്നുണ്ട്. അത്രേ ഉള്ളൂ കാര്യം. അതിപ്പോ ഗാന്ധിജിയെ കൊന്നത് RSS ആണെന്ന് പറഞ്ഞു നടക്കുന്നവരല്ലേ? ഔദ്യോഗികമായി എവിടെയെങ്കിലും രേഖയുണ്ടോ? ഉണ്ടോ? ശ്രീ ബാലകൃഷ്ണൻ, താങ്കൾ ഈ ഗാന്ധിയെ കൊന്നതിന്റെ കഥയിലേക്കൊന്നും പോകണ്ട. നാഥുറാം വിനായക് ഗോഡ്സെക്ക് ഏത് ആശയധാരയോടാണ് കൂടുതൽ അടുപ്പം ഉണ്ടായിരുന്നത് എന്നൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്തിന് താങ്കൾ ഞാനത് തന്നെയാണ് ചോദിച്ചത്. ശ്രീ ബാലകൃഷ്ണൻ, ഞാൻ പറഞ്ഞോ ഇതിനകത്ത് എവിടെയെങ്കിലും ഈ RSSകാരാണ് ഈ കേരളത്തിൽ ആക്രമണം നടത്തിയത്? പക്ഷേ സംഘപരിവാർ ആശയം പേറുന്നവർ പല നാടുകളിലും ഇത്തരം ആക്രമണങ്ങൾ നടത്തുന്നുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. ശരി, ഓക്കെ, എന്തായാലും ആകട്ടെ ബാലകൃഷ്ണൻ, താങ്കളുടെ നടക്കട്ടെ. താങ്കൾക്ക് ഞാൻ ചോദിച്ചതിന് ഇപ്പോഴും ഉത്തരവില്ല. ഇത്തരം അസഹിഷ്ണുത ഉണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിന് താങ്കൾക്ക് ഒരു ഇല്ല എന്ന് പറയാനുള്ള ഒരു ആർജവം പോലും താങ്കൾക്കില്ല. അത് ഇന്ത്യൻ ഭരണഘടന താങ്കൾ അംഗീകരിക്കുന്നുവെങ്കിൽ ക്രിസ്ത്യാനിയെയും മുസൽമാനെയും ജൈനെയും പാഴ്സിയെയും എല്ലാം അംഗീകരിക്കണം. ശരി, ഓക്കെ ബാലകൃഷ്ണൻ, നടക്കട്ടെ. ഞങ്ങളുടെ RSSനാണോ ഗാന്ധിയെ കൊന്നെന്നുള്ള വിഷയമല്ല ചർച്ച ചെയ്യുന്നത്. താങ്കൾ ഈ വിഷയം പറയും. താങ്കൾ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കില്ല RSSനെ കൊന്നത് ഗാന്ധിയെ കൊന്നത് RSS ആണെന്ന്. ഗാന്ധിയെ കൊന്ന നാഥുറാം വിനായക ഗോഡ്സെയുടെ രാഷ്ട്രീയത്തെ കുറിച്ചും അദ്ദേഹത്തിന്റെ ആശയധാരയെ കുറിച്ചും ഇന്ത്യക്കാർക്ക് നല്ല ബോധ്യമുണ്ട്. അതിന് നിങ്ങൾ 1000 വട്ടം വൈറ്റ് വാഷ് ചെയ്താലും അതൊന്നും വെളുത്തു വരില്ല. ശരി, ഓക്കെ ബാലകൃഷ്ണൻ. എന്തിന് ശ്രീ ബാലകൃഷ്ണൻ, അതാണ് ഇവിടെ ചർച്ചാ വിഷയം. അതെല്ലാം താങ്കൾ അജണ്ട നടപ്പാക്കുമ്പോൾ ആലോചിക്കണം. എന്ത് അജണ്ട നടപ്പാക്കുന്നു? ഈ ഇന്ത്യ രാജ്യത്തെ വിഭജിക്കാൻ നോക്കിയാൽ ഞങ്ങൾ എതിർക്കും. അതിന് ആരായാലും എതിർക്കും. ദേശസ്നേഹം പറയുകയും ഇന്ത്യ രാജ്യത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ ആരായാലും ഞങ്ങൾ എതിർക്കും. നടപ്പത്തില്ല കേരളത്തിൽ. ഓക്കെ,
ശരി ബാലകൃഷ്ണൻ. നടക്കില്ല. ശരി, ഓക്കെ. എന്തായാലും കേരളത്തിൽ ക്രിസ്മസ് ആഘോഷവും റംസാൻ ആഘോഷവും വിഷുവും എല്ലാം കൃത്യമായി തന്നെ നടക്കും. അതിന് ആര് തടയാൻ നോക്കിയാലും അതൊക്കെ തിരിച്ച് പ്രതിരോധിക്കാനുള്ള ശേഷിയൊക്കെ ഉള്ള നാടാണ് ഇന്നും കേരളം. അവിടെ അതിനപ്പുറത്തേക്ക് ആ മതേതര ബോധം ഇന്നും കേരളത്തിൽ അതിശക്തമായി തന്നെ ഉണ്ട്. അതിനകത്ത് യാതൊരു സംശയവുമില്ല. ശ്രീ വിജയനാണ്, കൊല്ലത്ത് നിന്നാണ്. ശ്രീ വിജയൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ക്രിസ്മസ് ആഘോഷത്തോടൊക്കെ ഇത്ര അസഹിഷ്ണുത കാണിക്കേണ്ട കാര്യം എന്താവും? നമസ്തേ സാറേ. നമസ്തേ. നമസ്തേ. നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ.